ये क्या बकवास है? ये 2-3 बंडल के लिए इतना बड़ा बक्सा क्यों लेके आए? बाकी पैसा किधर है? ഒരബദ്ധം പറ്റിപ്പോയി ഉസ്താദ്. ചരക്ക് വിഴുങ്ങിയ പാവക്കുട്ടിയെ ഇവിടെ വെച്ചൊരു പെൺകുട്ടി വിഴുങ്ങി. खा लिया? कैसे खा लिया? ऐसा कोई नहीं खा सकता. किसने खा लिया होगा? വിഴുങ്ങിയ തന്റെ ഉപ്പാപ്പായിരിക്കും. ആ പെൺകുട്ടി അതെടുത്ത് പോക്കറ്റിടുന്ന നമ്മൾ കണ്ടതല്ലേ? बदमाश, क्या बोला तूने? ബദ്മാഷിന്റെ വാപ്പ. കച്ചവടാ. കൊല്ലം 10-30 നമ്മൾ തുടങ്ങിയിട്ട്. അങ്ങനെ വിഴുങ്ങുന്ന സ്വഭാവമാണെങ്കിൽ ഈ നായിന്റെ അവന്റെ വാപ്പ നമ്മൾ വിഴുങ്ങിയത്. ഉസ്താദ് ക്ഷമിക്കേ, ആരും വിഴുങ്ങിയിട്ടൊന്നുമില്ല. ചരക്ക് തിരിച്ചെടുക്കാൻ എനിക്കറിയാം. ഉസ്താദിന് കാശല്ലേ വേണ്ടത്? കാശ് ഞാൻ തരും. തലവർ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഉസ്താദിന്റെ അടപ്പിയാൻ തെറിപ്പിച്ചനെ. ഈ ബിസിനസ്സിൽ ആദ്യമായി വേണ്ടത് പരസ്പര വിശ്വാസമാണ്. അത് എന്നില്ലാതാവുന്നു അന്ന് ഈ പരിപാടി നിർത്തണം. കുഞ്ഞായൻ ബഹളം വെച്ചപ്പോ അവര് വെടിവെക്കുന്ന ഞാൻ വിചാരിച്ചേ. വെടിവെക്കാൻ തോക്കിനകത്ത് ഉണ്ട മാത്രം ഉണ്ടായ പോരാ, മനസ്സിനകത്ത് ഉണ്ട വേണം. അതെന്തുണ്ടാ? ആ ഉണ്ടന്റെ പേരാണ് ധൈര്യം. നമ്മളൊക്കെ വെടിവെക്കണമെങ്കിലേ അവനൊക്കെ ഒന്നുകൂടി ജനിക്കണം. അവനൊക്കെ ഇനി ജനിച്ചതെന്ന് നമ്മൾ ഇവിടെ കാണുമോ? നിങ്ങളെന്ത് മണ്ടത്തരായി പറയുന്നത്? അതല്ലേ നമുക്ക് ഞാൻ പറഞ്ഞത്. അവന് ഈ ജന്മം നമ്മളെ വെടിവെക്കാൻ പറ്റില്ലെന്ന്. ഇവൻ അവനൊക്കെ വലിയ ഹലോ, ഇതെന്താ ഇവിടെ? ഞങ്ങൾ മനസ്സിലായില്ലേ? ഇല്ല. പൊന്ന് സാറേ, നമ്മൾ ഒരുമിച്ചുള്ള ആശുപത്രി ഒന്ന് ചീട്ടടിച്ചത്. തലക്കടകിട്ട് 3 കൂടെ ഒരുമിച്ച് ആശുപത്രി ഒന്ന് മറന്നോ? ഓ, അത് ശരി. അന്ന് മുഖം ശരിക്കും കാണാത്തോണ്ട് ആളെ മനസ്സിലായില്ല. ഞാൻ കുഞ്ഞായൻ. ഹലോ. ഇത് മുസ്തഫ. ഹലോ. ഇത് ആൽഫ്രഡ്. ഹലോ. എന്താ എല്ലാരും കുടുംബത്തോടെ? ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓ, അത് കഴിഞ്ഞു. സാറിന്റെ ഇവിടെ? എനിക്കൊരു ജീവിത പ്രശ്നമാണ്. ഒരു കസ്റ്റമറെ കാണാൻ വന്നാ. ഇതാരാ പോക്കറ്റിൽ തല പുറത്തിട്ട് നോക്കണത്? ഇതൊരു പാവ. ഞാൻ വിവാഹം കഴിച്ച് എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനൊരാൾ സമ്മാനിച്ചതാ. എങ്ങനെയുണ്ട്? ഫസ്റ്റ് നല്ല തറവാടുത്തുള്ള പാവക്കുട്ടി ഇല്ലേ മുസ്തഫ? അതെ. കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചു കൊടുക്കരുത്, പല്ലിയത്താവും. ഇമാതിരി സാധനം കിട്ടാ ബുദ്ധി വളരും. അവര് നമ്മളെ പോലെ നല്ല മനുഷ്യരാവും. ഇതിനകത്തൊക്കെ കിളികളുണ്ടല്ലേ? നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ഒരു സത്യം പറയാം. ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണെനിക്ക് സമ്മാനിച്ചതാ. ഇതിനകത്ത് കുലുങ്ങുന്നത് മുഴുവനെ അവളുടെ ഹൃദയമിടിപ്പുകളാണത്രേ. അല്ലോ, എന്താ ഈ ഹൃദയം നമ്മൾ തൊട്ട് അശുദ്ധമാക്കണില്ല. സാറ് തന്നെ പിടിച്ചാട്ടെ. പിന്നെ അത് താഴ്ത്തിനാളെ കൊണ്ടോണേ. ഈ ഹൃദയം എന്നൊക്കെ പറയുന്നത് വല്ലാത്ത ബേജാറിന്റെ സംഗതിയാ. നല്ല മനുഷ്യൻ. പാവം. പ്രേമിച്ച് ഇപ്പോഴത്തെ ആണിനും പെണ്ണിനും തലയ്ക്ക് വട്ടായെന്നാ തോന്നണ. നമ്മളും നമ്മുടെ വാപ്പായും പ്രേമിക്കുന്ന കാലത്ത് അന്നത്തെ പെൺകുട്ടിയോള് ഉറുമാലിന് നമ്മുടെ പേരെഴുതി അത്ര മുക്കിത്തരും. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു പ്രാന്തേ. ഇമാതിരി പാവക്കുട്ടി പ്രാന്ത നമ്മൾ ആദ്യമായിട്ടാ കാണുന്നത്. മുസ്തഫ, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയ പാവക്കുട്ടിയല്ലേ? അത് പിന്നെ കണ്ടറിഞ്ഞൂടെ? അല്ല, ഇടങ്ങേറായ പാവക്കുട്ടി സാറേ. തലവരെ, നമ്മളെ പാവക്കുട്ടി ഒരുത്തർ കീസെടുത്ത് പോലെ നമ്മളിപ്പൊ കണ്ട്. ആ പെണ്ണത് അയാൾക്ക് കൊടുത്ത് അവരൊന്ന് മുഹബത്ത് പോയി. അതിനകത്ത് രത്നങ്ങളുണ്ട് തലവരെ. കിലുക്കൻ ഞാനും കേട്ടതാ. അതെ, നമ്മളത് വാങ്ങി കുലുക്കി നോക്കി. സൂക്ഷിച്ചു വെച്ചോന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്ത്. കണ്ടോ, അവളുടെ കയ്യിലാണ് നമ്മുടെ ചരക്കുണ്ടായിരുന്നത്. അത് ചോദിക്കാൻ ചെന്നപ്പോഴാണ് ആരോ കുത്തുകിട്ട് വീണത്. അത് ഇയാളാണ് തലവര് പറഞ്ഞത്. ഇപ്പൊ വിശ്വാസമായ ഇപ്പൊ കുത്ത് നമ്മുടെ അഞ്ചത്തായി. അവർ രണ്ടാളും ആ കുത്തുകാരനുമായി. ചിന്തിക്കാനൊന്നുമില്ല. തലയൊരു പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ. തൽക്കാലം അഹിംസ കൊണ്ട് മാറ്റി വെച്ചേക്കാം. 9 ലക്ഷത്തിന്റെ രത്നങ്ങളാണ് ആ പാവയ്ക്കകത്തുള്ളത്. ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ അതെടുത്ത് തലവർക്ക് കൊടുക്കണോ? 3 വീതം വെച്ച് നമ്മൾ നാട്ടിലേക്ക് വണ്ടി കയറുന്ന വലിയ ബുദ്ധി. ഒരാളെ വേദനിപ്പിച്ച് നമ്മൾ എന്ത് സ്വർഗ്ഗമാണ് നേടാൻ പോകുന്നത്? കള്ളത്ര ഏതായാലും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവരോട് പോയി. എവിടെ പോയി? അവരോട് പോയി. ഇപ്പോഴെങ്കിലും രണ്ടുപേരെ ഒന്നിച്ചൊന്ന് കണ്ടല്ലോ. കണക്കൊക്കെ തീർന്നോ? ആ, ഏതാണ്ടൊക്കെ ഒന്ന് തീർപ്പായി. ശരിക്കും പറഞ്ഞ സിസ്റ്ററാണ് ഞങ്ങളുടെ ജീവിതം രക്ഷിച്ചത്. ഡോക്ടർ കുൽക്കർണിയെ പറ്റി പറഞ്ഞപ്പോ മുതല് സിസ്റ്റർ ഒരു പ്രസന്റേഷൻ തരണമെന്ന് ഇവിടുന്ന് പോയപ്പോ മുതൽ ഞാൻ വിചാരിക്കുന്നതാ. ഈ ഷോളൊന്ന് ഞാൻ വാങ്ങിയതാ. ഇത് ഞാനൊരു സമ്മാനമായി തന്ന സ്വീകരിക്കാൻ സിസ്റ്റർക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഹേയ്, സ്നേഹം കൊണ്ട് വരുന്നതല്ലേ, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങള് ഡോക്ടർ കുൽക്കർണിയെ കണ്ടു അല്ലേ?
അയാൾ എത്രയോ ഓപ്പറേഷൻ ചെയ്ത് അവരുടെ ഭാര്യമാരൊക്കെ 4-5 കുട്ടികളെ പ്രസവിച്ചിട്ടുമുണ്ട്. പ്രസവം ഇവിടെ തന്നെ വേണം കേട്ടോ, ഞങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. എന്താ കുട്ടി ഇത്? കുൽക്കർണിയെ കാണാൻ വരുന്ന പലർക്കും സംഭവിക്കുന്നതായത്. അദ്ദേഹം പാന്റിന്റെ സിബ് ഇട്ടിട്ടില്ല. സിബ് പാന്റിന്റെ വാതിലടക്ക്, പാന്റിന്റെ വാതിലടക്ക്. എന്തേ? അതില്ല കൊളുത്തുപോയി. അവരാ സിസ്റ്ററോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പാന്റ് അഴിക്കുന്നുണ്ട്. എന്തോ പരിശോധിക്കാൻ വേണ്ടി ആ സിസ്റ്ററുടെ മുറിയിലേക്ക് പോകുന്ന ലക്ഷണമുണ്ട്. അവനെ ഇവിടെ വെച്ച് പിടിക്കണോ അതോ പുറത്ത് വെച്ച് പിടിക്കണോ? ഇവിടെ നിന്ന് പിടിച്ചാൽ മതി. എന്നാലും നേരിട്ട് ഏറ്റുമുട്ടിയുള്ള ഫ്രണ്ട്ഷിപ്പ് പോലെയാണോ? അന്നും നമ്മുടെ മുഖം അവൻ കണ്ടിട്ടില്ല, ഇന്നും നമ്മുടെ മുഖം അവൻ കാണുന്നില്ല. എന്തേ? ആ. അവർ ആ നേഴ്സിന്റെ മുറിയിൽ കാണും. ഇഞ്ചക്ഷൻ റെഡിയാണോ? റെഡി. റെഡി. जल्दी करो. ये ऑपरेशन करने वाला पेशेंट को इस कोने पे किसने छोड़ दिया? क्या മുസ്തഫ, ഞാൻ പിന്നാപ്പറഞ്ഞത് അവനെ കെട്ടിപ്പിടിക്കണം. ഉടൻ നീ മുന്നാക്കം വന്ന് അവനെ ക്ലോറോഫോം മണപ്പിക്കണം. ബഹളം വെച്ചാൽ ആൽബർട്ടോ ഇഞ്ചക്ഷൻ കൊടുക്കണം. കറക്റ്റ്. എന്നിട്ടോ എന്നിട്ട് ഈ കെട്ടഴിച്ച് അവന്റെ തലയിൽ കെട്ടി സ്ട്രക്ചറിൽ കിടത്തി തള്ളി പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോഴാ പെണ്ണോ? ഓളെ കാണാനില്ല. എനിക്കിപ്പോ അറിയണം, അതാരാ ഇന്ത്യയിൽ ഇതുവരെ എത്താത്ത ഒരു സേതുമാധവൻ? അവനെന്താ ഈ വീട്ടുകാര്യം? നിന്റെ കാര്യം പോക്ക എന്റെ ശിവൻകുട്ടിയെ. ആ സേതുമാധവനാ മായ കെട്ടാൻ പോന്നെ. ഒരു ഗണേതമാധവനും അവളെ കെട്ടാൻ പോണില്ല. കെട്ടിയ അവന്റെ ശവം ഈ വീട്ടുമുറ്റത്ത് കിടക്കും. ഈ ശിവൻകുട്ടി വെറും ശവൻകുട്ടിയല്ല, ഈറ്റപ്പുലിയാണ്. അതും പെറ്റി കിടക്കണം എന്ന് ഓർമ്മിച്ചോ. ആഹാ, ഗണേതമാധവൻ. ഇവന്റെ 2 പല്ലിളകി, ചെവിക്ക് നീരും വന്നിട്ടുണ്ട്. എന്റെ കുഞ്ഞിനെ എങ്ങനെ തല്ലിക്കൊല്ലാൻ അച്ഛൻ എപ്പോഴാ ഗോവിന്ദൻ കുട്ടിക്ക് അധികാരം കൊടുത്തത്? വൃത്തികേട് വിളിച്ചു പറഞ്ഞാൽ ആരായാലും തല്ലും. അതിന് പ്രത്യേക അനുവാദമൊന്നും വേണ്ട. ഇളകിയ പല്ലങ്ങ് പറിപ്പിച്ചുകളാ. ചെവിയിൽ ഇത്ര എണ്ണ ചൂടാക്കി ഒഴിക്ക്. ഇനിയെങ്കിലും ഇത്തരം കൊച്ചു വർത്താനം പറയുന്നതിന് മുമ്പ് പായ നന്നായി കഴുകണം. മനസ്സിലായോ? മുത്തച്ഛ, ആശാരി വന്നു. സഹായിക്കണോ? വേണ്ട വേണ്ട വേണ്ട. ആശാരി കിടപ്പിലായിരുന്നു. ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ മുത്തച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് വടക്കാഞ്ചേരിന്നേ ആംബുലൻസും പിടിച്ചിഞ്ഞു പോകുന്നു. എന്റെ കറപ്പായി, നീ ഇപ്പോഴും ജീവനോടുണ്ടോടാ? ഉണ്ടേ, അതുകൊണ്ടല്ലേ കാണാൻ വന്നത്. ഞാൻ പറഞ്ഞ ഈ കോവണി 60 കൊല്ലം കാരിന് പോലെ കിടന്നില്ലേ മൂപ്പിൽസ് നായരെ? ഇപ്പൊ ഇത് ഏത് കഴിവേറിയാ ചവിട്ടി പൊളിച്ചത്? കഴിവേറി ഞാനാ. അല്ല, അത് ചവിട്ടി പൊളിക്കാനും വേണം ഇത്തിരി കരുത്ത്. അതിപ്പോഴും മൂപ്പിൽദാർക്ക് മാത്രമേ ഉള്ളേ. സമയം കളയാതെ നീ അതൊന്ന് നോക്ക്. എനിക്കത് നന്നാക്കാതെ ഒരു സമാധാനം ഇല്ലടോ. ആദ്യം ആരെങ്കിലും ഒരു വിളക്കൊന്ന് കത്തിച്ചു വെച്ചേ. ഭഗവതിയെ വിചാരിക്കാതെ ഞാൻ മുഴങ്കോല് തൊടില്ല. ഇതാണോ ചേച്ചിയുടെ വീട്? ആരെയും പുറത്ത് കാണുന്നില്ലല്ലോ. മുത്തച്ഛനെ ദയിപ്പിച്ചു എന്നാ തോന്നണത്. ചേച്ചി, വെള്ളമൊന്നും ഉണ്ടാക്കല്ലേ. നല്ല കൺട്രോൾ വേണം. കൺട്രോള്.
കൊണ്ടുപോയിട്ടില്ല കിടക്കുന്നു മുത്തച്ഛനെ. എന്റെ വാരി എന്റെ പൊട്ടിയേ മോളെ. അല്ല മൂപ്പിനാരെ കാറ്റുപോയോ? മോളെ 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 പടിവരെ എത്തിയിട്ട് ഞാൻ എന്റെ മോളെ ഒന്ന്